ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു PSC വൈബ്. PSC വൈബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSCയുടെ ഷുവർ ടോപ്പിക് ആയിട്ടുള്ള ശിലകളെ പറ്റിയിട്ടാണ്. ജോഗ്രഫി പാർട്ടിൽ വരുന്ന ശിലകളെ പറ്റിയിട്ടാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. PSC മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ക്ലാസ്സാണ്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലാസ് ഇടാൻ പറ്റിയില്ല, പനിയും ചുമയൊക്കെ ആയതുകൊണ്ടാണ് ക്ലാസ് ഇടാൻ പറ്റാഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ശിലകൾ എന്താണെന്ന് നോക്കാം. പ്രത്യേകമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ശിലകൾ. പ്രത്യേകമായ രാസഘടന ഇല്ലാത്തതും രണ്ടോ അതിലധികമോ ധാതുക്കൾ ചേർന്നുണ്ടാകുന്ന പദാർത്ഥമാണ് ശിലകൾ. ഇനി ശിലാമണ്ഡലം, ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം എന്നറിയപ്പെടുന്നത്. ധാരാളം ശിലകൾ കാണപ്പെടുന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം. നമ്മൾ ഭൂമിയുടെ ഘടന പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്, ക്രസ്റ്റ്, മാന്റിൽ, കോർ. ഭൂവൽക്കം, മാന്റിൽ, കാമ്പ്. അതിൽ ഭൂവൽക്കവും മാന്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്ന ഭാഗമാണ് ശിലാമണ്ഡലം. ഈ ശിലാമണ്ഡലത്തിലാണ് ധാരാളം ശിലകൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായിട്ട് തിരിക്കാം. രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശിലകളെ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. PSC പരീക്ഷകളിൽ എപ്പോഴും ആഗ്നേയശിലകൾക്ക് ഉദാഹരണമേത്, അവസാദ ശിലകൾക്ക് ഉദാഹരണമേത്, അല്ലെങ്കിൽ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമേത് എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. ഓക്കെ, ആദ്യം ആഗ്നേയശില. ശിലകളുടെ മാതാവ് പ്രാഥമിക ശില, അടിസ്ഥാന ശില, അഗ്നിപർവ്വതജന്യ ശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയശിലയാണ്. ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയശിലയാണ്. പ്രാഥമിക ശില എന്നറിയപ്പെടുന്നതും അതേപോലെ അടിസ്ഥാന ശില എന്നൊക്കെ അറിയപ്പെടുന്നതും ആഗ്നേയശിലയാണ്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ശിലകളുടെ മാതാവ്, പ്രാഥമിക ശില, അടിസ്ഥാന ശില, അതേപോലെ അഗ്നിപർവ്വത ജന്യ ശിലകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകളാണ്. അഗ്നിപർവ്വത സ്ഫോടന വേളയിൽ ആണ് ഇതുണ്ടാകുന്നത് കൊണ്ടാണ് അഗ്നിപർവ്വത ജന്യ ശിലകളെന്ന് ആഗ്നേയശിലകൾ അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ ശിലകൾ ഉരുകിയ രൂപത്തിലാണ് കാണപ്പെടുന്നത്. ആ ഭാഗത്താണ് അസ്തനോസ്ഫിയർ എന്ന് പറയുന്നത്. എന്താണ്? ശിലാമണ്ഡലത്തിന് തൊട്ട് താഴെ ശിലകൾ ഉരുകിയ രൂപത്തിൽ, ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഈ അസ്തനോസ്ഫിയറിലാണ് മാഗ്മ അല്ലെങ്കിൽ ലാവ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഓക്കെ, മാഗ്മ അല്ലെങ്കിൽ ലാവ കാണപ്പെടുന്ന ഭാഗം ഏതാണ്? അസ്തനോസ്ഫിയറിലാണ്. ഓക്കെ, മാഗ്മ അല്ലെങ്കിൽ ലാവ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ഈ ശിലാദ്രവം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്ന് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലയാണ് ആഗ്നേയശില. ഒന്നുകിൽ ഭൂവൽക്കത്തിലെ വിടവുകളിലൂടെ ശിലാദ്രവം ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വന്ന് തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്നു, അല്ലെങ്കിൽ ഭൗമോപരിതലത്തിന് പുറത്തേക്ക് വരാതെ ഭൗമോപരിതലത്തിൻ്റെ തൊട്ട് താഴെ ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയും ആഗ്നേയശിലയാണ്. പുറത്തേക്കും വരും, അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിന് തൊട്ട് താഴെ ശിലാദ്രവം തണുത്തുറഞ്ഞുണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ രൂപം കൊള്ളുന്ന ശിലകളാണ് ആഗ്നേയശില. അതായത് മാഗ്മ അല്ലെങ്കിൽ ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് ആഗ്നേയശില. ഓക്കെ, ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയശില. ഫോസിലുകൾ കാണപ്പെടാത്ത ശിലയാണ് ആഗ്നേയശില. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശിലയും ആഗ്നേയശിലയാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ശില ഏതാണ്? ആഗ്നേയശിലയാണ്. ഓക്കെ, ഭൂവൽക്കത്തിൻ്റെ ഏകദേശം 2/3 ഭാഗവും കാണപ്പെടുന്ന ശില ആഗ്നേയശിലയാണ്. ഓക്കെ, ഇനി PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. ഉദാഹരണം എന്തായാലും പഠിച്ചു വെച്ചേക്കണം. ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റും ബസാൾട്ടും. ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. ഓക്കെ, ഇനി രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്നേയശിലയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഗ്നേയശിലയെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ ശിലകളെന്നും. ബാഹ്യജാത ശിലകളെന്നും അന്തർവേദ ശിലകളെന്നും ആഗ്നേയശിലകളെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭൂമിയുടെ വിടവുകളിലൂടെ മാഗ്മ പുറത്തേക്ക് വരുമ്പോൾ തണുത്തുറിഞ്ഞ് ഉപരിഭാഗത്ത് ഉണ്ടാകുന്ന ശിലയും ഉണ്ടാകും. അതേപോലെ ഭൂമിയുടെ വിടവുകളിലൂടെ ഭൗമോപരിതലത്തിന് തൊട്ട് താഴെ തണുത്തുറിഞ്ഞ് ഉണ്ടാകുന്ന ശിലകൾ എന്ന് പറഞ്ഞു. ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നതാണ് ബാഹ്യജാത ശിലകൾ. പേര് പോലെ തന്നെ പുറത്തേക്ക് വരുമ്പോൾ ബാഹ്യമായിട്ടുണ്ടാകുന്നതാണ് ബാഹ്യജാത ശിലകൾ. എന്താണ്? ഭൂമിയുടെ വിടവുകളിലൂടെ മാഗ്മ പുറത്തേക്ക് വരുമ്പോൾ തണുത്ത് ഭൗമോപരിതലത്തിൽ ശിലകളായിട്ട് മാറുന്നതാണ് ബാഹ്യജാത ശില. അന്തർവേദ ശില എന്ന് പറയുമ്പോൾ ഭൂമിയുടെ വിടവുകളിലൂടെ മാഗ്മ പുറത്തേക്ക് ഉപരിതലത്തിലോട്ട് വരില്ല, ഭൂമിയുടെ ഉപരിതലത്തിൽ തൊട്ട് താഴെ വെച്ച് തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലയാണ് അന്തർവേദ ശില. ഓക്കെ, അപ്പോൾ ബാഹ്യജാത ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്, അന്തർവേദ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. ഇത് രണ്ടും ആഗ്നേയ ശിലകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗ്രാനൈറ്റും ബസാൾട്ടും
ആഗ്നേയശിലകൾക്ക് ഉദാഹരണമാണ്. അതിൽ ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. അന്തർവേദ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. ഓക്കെ, PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് ബാഹ്യജാത ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് റിഗർ മണ്ണ്. റിഗൾ അല്ലെങ്കിൽ കറുത്ത പരുത്തി മണ്ണെന്നൊക്കെ അറിയപ്പെടുന്നു. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് റിഗർ മണ്ണ്. ഓക്കെ, റിഗൾ അല്ലെങ്കിൽ ചെർണോസ് എന്നൊക്കെ അറിയപ്പെടുന്നു. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് റിഗർ മണ്ണ്. ഓക്കെ, ഇനി അന്തർവേദ ശിലകൾക്ക് ഉദാഹരണമാണ് ഗ്രാനൈറ്റ്. ബാഹ്യജാത ശിലകൾക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ഓക്കെ, ഇനി നമുക്ക് അവസാദ ശിലകൾ നോക്കാം. ആദ്യം നമ്മൾ ആഗ്നേയശിലകളെ പറ്റി പറഞ്ഞു. രൂപം കൊള്ളുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ശിലകളെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ആഗ്നേയശില, അവസാദശില, കായാന്തരിത ശില. നമ്മൾ ആഗ്നേയശിലകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ഇനി അവസാദ ശിലകളെ പറ്റി നോക്കാം. ശിലകൾക്കു കാലാന്തരത്തിൽ അപക്ഷയം സംഭവിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ട് ഉറച്ചുണ്ടാകുന്ന ശിലകളാണ് അവസാദശില. എന്താണ് അവസാദശിലകൾ? അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലയാണ് അവസാദശിലകൾ. ശിലകൾക്ക് കാലാന്തരത്തിൽ അപക്ഷയം ശിലകൾക്ക് കാലാന്തരത്തിൽ അപക്ഷയം സംഭവിച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ പാളികളായിട്ട് ഉറച്ചുണ്ടാകുന്ന ശിലയാണ് ഏത് ശില? അവസാദശില. ഓക്കെ, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ പ്രതിഭാസങ്ങളുടെ ഫലമായിട്ട് അവസാദങ്ങൾ അടിഞ്ഞ് പാളികളായിട്ടാണ് ഈ ശിലകൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഫോസിലുകൾ കാണപ്പെടുന്ന ശില അവസാദശിലയാണ്. നമ്മൾ ആഗ്നേയശിലകളെ പറ്റി പറഞ്ഞപ്പോൾ ഫോസിലുകൾ കാണപ്പെടത്തില്ലെന്ന് പറഞ്ഞു. ഫോസിലുകൾ കാണപ്പെടുന്ന ശില അവസാദശിലയാണ്. അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ശിലയാണെന്ന് നമ്മൾ പറഞ്ഞു. ഫോസിലുകൾ കാണപ്പെടുന്ന ശിലയാണ് അവസാദശില. ഇനി അവസാദശിലയ്ക്ക് ഉദാഹരണങ്ങളാണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, കളിമണ്ണ് മുതലായവ. അവസാദശിലകൾക്ക് ഉദാഹരണമാണ്, ഇത് ചോദിച്ചിട്ടുണ്ട്. അവസാദശിലകൾക്ക് ഉദാഹരണമാണ് മണൽക്കല്ല്, ചുണ്ണാമ്പ് കല്ല്, കളിമണ്ണ് മുതലായവ അവസാദശിലകൾക്ക് ഉദാഹരണം. ഇനി അവസാദശിലകൾ അടുക്ക് ശിലകളെന്നും അറിയപ്പെടുന്നു. അടുക്ക് ശിലകൾ എന്നറിയപ്പെടുന്ന ശില ഏതാണ്? അവസാദശിലയാണ്. ഓക്കെ, പെട്രോളിയം, കൽക്കരി മുതലായവയൊക്കെ കാണപ്പെടുന്ന ശിലയും അവസാദശിലയാണ്. പെട്രോളിയം, കൽക്കരിയൊക്കെ കാണപ്പെടുന്ന ശില ഏതാണ്? അവസാദശിലയാണ്. ഓക്കെ, അടുത്ത ശിലയാണ് കായാന്തരിത ശില. ആഗ്നേയശിലയും പറഞ്ഞു, അവസാദശിലയും പറഞ്ഞു. ഇനി അടുത്തത് കായാന്തരിത ശില. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾക്ക് ഭൗതികപരമായിട്ടും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ശിലകൾ ഭൗതികപരമായും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു. അങ്ങനെ രൂപപ്പെടുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ, മെറ്റാമോർഫിക് റോക്സ്. ഓക്കെ, ആഗ്നേയശിലകൾക്കോ അല്ലെങ്കിൽ അവസാദ ശിലകൾക്കോ മാറ്റം സംഭവിച്ചിട്ടുണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ആഗ്നേയശിലകൾക്കോ അല്ലെങ്കിൽ അവസാദ ശിലകൾക്കോ മാറ്റം സംഭവിച്ചുണ്ടാകുന്ന ശിലകളാണ് കായാന്തരിത ശിലകൾ. ഓക്കെ, കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിള്, സ്ലേറ്റ്, നൈസ് മുതലായവ. മാർബിൾ എപ്പോഴും ചോദിക്കാറുള്ളതാണ്. കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ് മാർബിൾ, സ്ലേറ്റ്, നൈസ് മുതലായവ കായാന്തരിത ശിലകൾക്ക് ഉദാഹരണമാണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതെന്നും ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില കായാന്തരിത ശിലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില ഏതാണ്? കായാന്തരിത ശിലയാണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ആഗ്നേയശിലകൾക്കോ അവസാദ ശിലകൾക്കോ ഉയർന്ന താപം മൂലമോ മർദ്ദം മൂലമോ മാറ്റം സംഭവിച്ചിട്ടാണ് കായാന്തരിത ശില ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന ശിലകൾ എന്തായിട്ടാണ് മാറുന്നതെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഗ്രാനൈറ്റും ബസാൾട്ടും എന്താണെന്നാണ് പറഞ്ഞത്? ആഗ്നേയശിലയാണ്. ഗ്രാനൈറ്റും ബസാൾട്ടും ആഗ്നേയശിലയാണ്. ഇവ ഏത് ശിലയായിട്ട് കായാന്തരിത ശിലയിൽ ഏതായിട്ടാണ് മാറുന്നതെന്ന് നോക്കാം. മർദ്ദം മൂലം, താപം മൂലം, പിന്നീട് കായാന്തരിത ശിലയാകുമ്പോൾ എന്തായിട്ടാണ് മാറുന്നതെന്ന് നോക്കാം. ആഗ്നേയശിലയായ ഗ്രാനൈറ്റും ബസാൾട്ടും. ഗ്രാനൈറ്റ് നൈസായിട്ടും മാറും, ബസാൾട്ട് ഷിസ്റ്റായിട്ടും മാറും. എന്താണ്? ആഗ്നേയശിലയായ ഗ്രാനൈറ്റ് നൈസായിട്ടും ബസാൾട്ട് ഷിസ്റ്റായിട്ടുമാണ് മാറുന്നത്. ഇനി അവസാദ ശിലകളായ ചുണ്ണാമ്പ് കല്ല്, കളിമണ്ണ്, കൽക്കരി ഇവ എന്തൊക്കെയായിട്ടാണ് മാറുന്നത് നോക്കാം. അവസാദ ശിലകളായ ചുണ്ണാമ്പ് കല്ല് എന്തായിട്ടാണ് മാറുന്നത്? മാർബിളായിട്ട്, കായാന്തരിത ശിലയായ മാർബിളായിട്ട് മാറുന്നു. ചുണ്ണാമ്പ് കല്ല് മാർബിളായിട്ടും കളിമണ്ണ് പ്ലേറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്, ടൈപ്പ് മിസ്റ്റേക്കാണ്. കളിമണ്ണ് സ്ലേറ്റായിട്ടും മാറുന്നു. കളിമണ്ണ് സ്ലേറ്റായിട്ടും കൽക്കരി ഗ്രാഫൈറ്റായിട്ടുമാണ് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാനൈറ്റ് നൈസായിട്ടും ബസാൾട്ട് ഷിസ്റ്റായിട്ടും ചുണ്ണാമ്പ് കല്ല് മാർബിളായിട്ടും കളിമണ്ണ് സ്ലേറ്റായിട്ടും കൽക്കരി ഗ്രാഫൈറ്റായിട്ടുമാണ് മാറുന്നത്. ഓക്കെ,
അങ്ങനെ ഉയർന്ന മർദ്ദം മൂലമോ താപം മൂലമോ ആണ് ശിലകൾക്ക് ഭൗതികപരമായിട്ടും രാസപരമായിട്ടും മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് കായാന്തരിത ശിലകളായിട്ട് മാറുന്നത്. ഓക്കെ, കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന ശില ഏതാണ്? കായാന്തരിത ശിലയാണ്. ഓർത്ത് വെച്ചേക്കണേ, ചോദിച്ചിട്ടുള്ളതാണ്. കായാന്തരിത ശിലയുടെ ഉദാഹരണങ്ങളാണ് മാർബിള്, സ്ലേറ്റ്, നൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ശിലകളുമായി ബന്ധപ്പെട്ട് PSC ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇത്രയും പഠിച്ചാൽ മതി, ഇതിൽ കൂടുതലൊന്നും PSC ചോദിക്കാറില്ല. ഓക്കെ, അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.